ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പലർക്കും മനസ്സിലുള്ളൊരു സംശയമാണ്, വാഹനം ഏത് രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടും. ചിലർ പറയും നല്ല സ്പീഡിൽ ഓടിച്ചാൽ മൈലേജ് കിട്ടും, ചിലർ പറയും പതുക്കെ ഓടിച്ചാൽ മൈലേജ് കിട്ടും, ചിലർ പറയും 40-50 ഓടിച്ചാൽ മൈലേജ് കിട്ടും. ശരിക്കും ഇതിൽ ഏത് രീതിയാണ് ഏറ്റവും നല്ല ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വാഹനത്തിന് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ ഏതാണ് ഏറ്റവും നല്ല ഡ്രൈവിംഗ് രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഓടിക്കുന്ന സ്പീഡോ കാര്യങ്ങളൊന്നുമല്ല. സ്പീഡോ ഇഷ്യൂ ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന രീതി തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് അതൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം. ചിലർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാനാണെങ്കിൽ തന്നെ ബാംഗ്ലൂർ പോയ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 120 ആ വാഹനം ഓടിച്ചത്. എനിക്ക് കിട്ടിയൊരു മൈലേജ് എന്ന് പറഞ്ഞാൽ 21 ആണ്. പക്ഷേ ഒരു കാരണവശാലും അതിപ്പോൾ ഇവിടെ കേരളത്തിലെ റോഡിൽ ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും 120 വേണ്ട, ഒരു 100 പോയെന്ന് പറഞ്ഞാൽ പോലും ഒരു 15 മൈലേജ് കിട്ടത്തില്ല. 15 വെച്ച് നോക്കണ്ട, ഒരു 14-13 കിട്ടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗിയറെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രധാന കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ആക്സലറേറ്റർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് തീരെ ഡൗൺ ആയി പോവുകയും ചെയ്യരുത്. കാരണം നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സ്പീഡിലാണ് പോകുന്നത്, ഏകദേശം ഒരു 45 പോകുന്നതെങ്കിൽ നമുക്ക് 5th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ലാഗ് ഉണ്ടാകാത്ത രീതിയിൽ, അതായത് എഞ്ചിൻ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ നമുക്ക് വാഹനം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ, മീൻസ് അത്യാവശ്യം നല്ല സ്പീഡിൽ ഞാൻ ഉദ്ദേശിച്ച് 5th ഗിയറിൽ പോകാൻ സാധിക്കും. പക്ഷേ 5th ഗിയറിൽ ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും മൈലേജും കിട്ടത്തില്ല. അവിടെ നിങ്ങളത് മനസ്സിലാക്കണം. കാരണം 40 കിലോമീറ്ററിൽ പോകുന്ന സമയത്ത് നിങ്ങൾ 5th ഗിയർ ഇട്ടുകൊണ്ട് 40 കിലോമീറ്ററിൽ ആക്സലറേറ്റർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫ്യൂൽ അവിടെ കൺസ്യൂം ആകുന്നല്ലാതെ നമുക്ക് ഒരു കാരണവശാലും മൈലേജും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നോർമൽ സ്പീഡ്, അതായത് ഏകദേശം ഒരു 45-50 കിലോമീറ്റർ സ്പീഡും വേണം. ഒരു ഏകദേശം ഒരു 4th ഗിയറിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും, മൈലേജ് കിട്ടും. കിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, 5th തന്നെ പോകണമെന്നില്ല, 4th പോയാലും മൈലേജ് കിട്ടും. ആ ഒരു റേഞ്ച് നമ്മൾ പിടിക്കുകയാണെങ്കിൽ, അതായത് ആക്സലറേറ്റർ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ കൂടുതൽ അവിടെ കൺസ്യൂം ആകുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വർക്കൗട്ട് ചെയ്ത് വരാൻ, അല്ലെങ്കിൽ ഗിയർ ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ശരിക്കും നമുക്ക് അവിടെ അത് ആ ഒരു മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് അവിടെ കിട്ടാതെ വരുന്നതിൻ്റെ കാര്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു മൈലേജ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന രീതിക്ക് വാഹനം ഓടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിഷ്യലിൽ നിന്ന് ഐഡിലിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് ഒരു നോർമൽ സ്പീഡ്, ഓവറായിട്ട് ആക്സലറേറ്റർ കൊടുക്കുകയോ അല്ലെങ്കിൽ ടയർ വീൽ ചെയ്യിക്കുകയോ വാഹനത്തിന് ഒത്തിരി പവർ ഔട്ട്പുട്ട് വേണമെന്നുള്ള രീതിയിൽ ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. പവർ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഫസ്റ്റ് ഗിയറിൽ തന്നെ ഒരു 25 കിലോമീറ്റർ സ്പീഡ് വരെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ഏകദേശം ഒരു 40-50 വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. അത് ശരിക്കും നമുക്ക് പവർ വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഓടിക്കുന്നത്. അങ്ങനെ പവർ വേണമെന്നുള്ള രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മൈലേജ് നോക്കരുത്. പക്ഷേ മൈലേജ് നോക്കി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി വേണമെന്നുള്ള രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഓവറായിട്ട് ആക്സലറേഷൻ കൊടുക്കാതെ വാഹനം ഓടിച്ച് നോക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ആക്സലറേറ്റ് ഒട്ടും കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ഓവറായിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വളരെ നോർമലായിട്ടുള്ള രീതിക്ക് കൊടുത്ത് വാഹനം ഓടിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പലപ്പോഴും നമ്മൾ പലരും പറയുന്ന പോലെ, അവൻ ചുമ്മാ പറയുന്നത് എന്നുള്ള രീതി ചിന്തിക്കാതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി നിങ്ങളുടെ വാഹനത്തിന് ഉറപ്പായിട്ടും 100% കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും സ്പീഡിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് മൈലേജ് കിട്ടും എന്ന് പറയുന്നത് തെറ്റാണ്. സ്പീഡ് കുറച്ച് ഓടിച്ചെന്ന് പറഞ്ഞാൽ മൈലേജ് കിട്ടുമെന്ന് പറയുന്നത് തെറ്റാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒത്തു വന്നാൽ മാത്രം നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി, അല്ലെങ്കിൽ നമുക്കൊരു ഫ്യൂൽ ഔട്ട്പുട്ട്, ഫ്യൂലിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു പവർ ഔട്ട്പുട്ട് പ്ലസ് ഫ്യൂൽ വളരെ കുറച്ച് കൺസ്യൂം ചെയ്യുന്ന രീതി നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് അതിന് 100% മൈലേജ് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും.